പ്രവാസ ട്യൂബിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിച്ച് നാനാ ഭാഷകളും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഷംസുഖയാണ് ഇന്ന് നമ്മോടൊപ്പം. 50 വർഷത്തെ സ്ട്രീറ്റ് മാജിക് അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കാനായി ചെർപ്പളശ്ശേരിയുടെ നമ്മുടെ സ്വന്തം ഷംസുഖ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, ദൈവാധീനം കൊണ്ട് പടച്ചവൻ്റെ സഹായം കൊണ്ടൊക്കെ സുഖമാണ്. പാരമ്പര്യമായിട്ട് മാജിക് എന്ന് പറഞ്ഞൊരു കലയാണ്. ഇത് ബാപ്പകാരണന്മാരായിട്ടുള്ളതാണ്. മാംഗോ ട്രീ, ആളെ കണ്ടിച്ച് കാണിക്കുക, ആളെ പറപ്പിച്ച് കാണിക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പിന്നെ ആ പരിപാടികളൊക്കെ സ്ട്രീറ്റ് മാജിക് എന്ന് പറഞ്ഞ സാധനം കാണാൻ ജനങ്ങൾക്ക് കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. ഓടിക്കൊണ്ടിരിക്കാനും ഭാരത പോയല്ല വെള്ളം പോലെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ നിൽക്കാനുള്ള സ്ഥല സൗകര്യമില്ല. നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഏതൊരു കലയും കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. അതായത് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത എന്തെങ്കിലും ഒക്കെ മാജിഷ്യന്മാരെന്ന് ഇങ്ങനെ പഠിക്കുക, കുറെ കണ്ടു പഠിക്കുക, കുറച്ച് കാണാതെ പഠിക്കുക. മെയിൻ പ്രാക്ടീസ് ആണ് മാജിക്. കൈയടക്കം ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഒരു ദൈവിക സിദ്ധി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന അവരെ കുറിച്ച് എന്താ പറയുക? ദൈവിക സിദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവമാകാൻ പറ്റില്ലല്ലോ. ആവോ? എൻ്റെ അഭിപ്രായം ഇല്ല കേട്ടോ. മനുഷ്യൻ ദൈവമാകാൻ പറ്റില്ല. കാരണം മനുഷ്യന് മൗത്ത് മരണം ഉണ്ടല്ലോ, ജനനം ഉണ്ടല്ലോ, മരണമില്ലേ, ചോറ് തിന്നണോ, പിന്നെ കിടന്നുറങ്ങണോ, ദാമ്പത്യ ജീവിതം ഉൾക്കൊള്ളിക്കുന്നുണ്ടോ? ഇല്ല. അവന് ടോയ്ലറ്റിൽ പോകണില്ലേ? അത് പച്ചക്ക് ഞാൻ പറയും തൂറാൻ പോകേണ്ട നോക്കി. പക്ഷെ അവൻ്റെ കാലൊക്കെ കഴുകി ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ, കുടിക്കുകയാണെങ്കിൽ, അപ്പം അതിൽ ഏറ്റവും ഇന്ത്യക്കാരൻ എത്ര പൊട്ടന്മാരാണോ സ്വാമിമാരെ കാല് കഴുകി കുടിക്കാൻ? പക്ഷെ ഇതൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ മനുഷ്യനെന്ന ശക്തി ഉണ്ടോ ചോദിക്കും. മനുഷ്യനെന്നല്ല, ഈ ഭൂമിയിൽ എല്ലാ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ള ശക്തികളുണ്ട്. ഇപ്പൊ കുതിരക്ക് കാലിലാണ് ശക്തി. കുതിരനെ പോയി തൊട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു ഒറ്റ ചവിട്ടാ, അപ്പൊ കാലിലാണ്. പശുവിന് ശക്തി കൊടുത്തിരിക്കുന്നത് മൂരികളും കാളകൾക്കൊക്കെ കൊമ്പിലാണ്. മനസ്സിലായില്ലേ? നായക്ക് ശക്തി കൊടുത്തിരിക്കുന്നത് വായിലാണ്. ഓരോ ജീവികൾക്കും ഓരോ അതേപോലെ മുള്ളംപന്നിക്ക് കൊടുത്തിരിക്കുന്ന ശക്തി മുള്ളിലാണ്. അടുത്തേക്ക് പോകുമ്പോൾ പടയും. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ജീവി ഉണ്ടോ ആ ജീവിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കഴിവ് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രകൃതിയാണ്, പ്രകൃതി നിയമമാണ്, തടസ്സമില്ല അതില്. മനസ്സിലായില്ലേ? ദൈവനിശ്ചയങ്ങൾ. പക്ഷെ പിന്നെ ദൈവം ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. നാടോടുമ്പോ നടുവോടഞ്ഞ് അവനെ എന്താ വെച്ചാൽ പറഞ്ഞു പോയിട്ട് നമുക്കത് അനുകൂലിച്ചോളണമെന്നൊന്നുമില്ലല്ലോ. എന്ത് നമ്മുടെ കാര്യം നമ്മള് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ദൈവവിശ്വാസത്തിന്റെ കാര്യമില്ല, മറ്റുള്ള കാര്യങ്ങളല്ല. എൻ്റെ മനസ്സിൽ ദൈവമുണ്ട്. പക്ഷെ ദൈവം അവിടെ അറിയാം, നമ്മുടെ മനസ്സിലാണ്, അല്ലാതെ പള്ളിൻ്റെ ഉള്ളിലൊന്നുമല്ല. ഉണ്ടോ? പള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഇമാമേ ഉള്ളൂ, മിമ്പറുണ്ട്, അല്ലേ, ജനങ്ങളുണ്ട്. അമ്പലത്തിൽ പോയാലോ, അമ്പലത്തിൽ വിഗ്രഹമുണ്ട്, അല്ലേ, ഒരു അമ്പലമുണ്ട്, ഒരു ആലുമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരമൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒരു തിരിയൊക്കെ വിളക്കൊക്കെ കത്തിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊരു വിശ്വാസമാണ്. യഥാർത്ഥ ദൈവം നമ്മുടെ മനസ്സിലാണ്. പിന്നെ ദൈവത്തിനെ കൂടുതൽ വിളിക്കുന്ന സ്ഥലം എവിടെയാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? അവിടെ പള്ളിയിലെ അമ്പലത്തിലും? അല്ല, അത് തെറ്റുപറ്റി. ദൈവത്തിന് കൂടുതൽ മനസ്സ് തുറന്ന് വേദനിച്ച് വിളിക്കുന്ന സ്ഥലം ഒരൊറ്റ സ്ഥലമുള്ളൂ. നമ്മുടെ അൽസിഫ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മൗലാന അല്ലെങ്കിൽ EMS ഹോസ്പിറ്റൽ, ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ അവിടെയാണ് പണി, അവിടെയാണ് ദൈവത്തിന് പണി. ഒന്നും വേണ്ട, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി, നമ്മുടെ പേരക്കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, എന്തെങ്കിലും ഒരാൾ, നമുക്ക് അത്ര രക്തബന്ധമുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICU കയറ്റി കിടത്തണമെന്ന് വെച്ചോ. പുറത്ത് നമ്മൾ ഇരിക്കുകയാണ്, അവിടുത്തെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും. പുറത്ത് വന്നാൽ എന്താ ചോദ്യം അറിയോ? അടുത്ത വീക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ പേഷ്യൻറ്റിൻ്റെ ആളെവിടെയാണ്? അത് സാർ ഞാനിവിടെ ഉണ്ട്. കൂടെ ആരാളുള്ളത് ചോദിക്കും. ഇതാണ് ചോദ്യം. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ സാർ. എന്നാൽ ഒരു റൂമിലേക്ക് അവിടെ വരും, വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും അയാളുടെ സംഗതി വളരെ വിഷമത്തിലാണ്, നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് അറിയിപ്പിച്ചു, ആകെ സംഗതി പോക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് ദൈവമല്ല, ദൈവത്തിന്റെ അപ്പുറം വിളിക്കും. ഈശ്വര, കൃഷ്ണ, ഗുരുവായൂരപ്പ, അള്ളാഹ്, പടച്ചവനെ. അവിടെ ഇപ്പൊ 10,000 ദൈവങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യജന്മങ്ങൾ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10,000 അപ്പുറം ഏതെങ്കിലും ഒരു ദൈവം ഉണ്ട്, അതിനും വിളിക്കും. അതാണ് ഈ പ്രപഞ്ചത്തില് മനുഷ്യവിശ്വാസം. മറക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും മറക്കാനാവില്ല. കാരണം എന്താ വെച്ചാൽ അവതരണങ്ങൾ നന്നായിരിക്കണം, അവതരിപ്പിക്കുന്നത് നന്നായിരിക്കണം. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെറിയൊരു മാജിക് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മാജിക് കാണിക്കുകയാണ്, ഇതുണ്ടോ, ഒരു കല്ലോ ഒരു പൈസയോ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കുകയാണ് നമ്മൾ ചെയ്യണം. ഒരു ചെറിയൊരു ടെക്നിക്ക് കാണിക്കുകയാണെങ്കിൽ തന്നെ ഇല്ല, ഇത് മാജിക്കിൻ്റെ കോയിൻസ് ഒന്നുമല്ല, അതുകൊണ്ട് ഒരു 5 രൂപേൻ്റെ നാണയമാണ്. കണ്ടോ, ഇതിൽ കൃത്രിമൊന്നുമില്ല. കണ്ടോ, ഒരേ കോയിൻസാണ്, ഒരേ കോയിൻസ്. ഈ കോയിൻസിനെ നമ്മളിങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു പിടിച്ചിട്ട് നമ്മൾ ആക്ഷൻ കാണും. ഇങ്ങനെ കാണിച്ചിട്ട് 1 2 3 നോക്കി തട്ടുക, ടു ഫിനിഷ് മാജിക്.
ഇത് ഇത്ര സ്പീഡിലാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് മാജിക് അവതരിപ്പിക്കുന്നതല്ലേ ഭംഗി. വീണ്ടും നമ്മളിങ്ങനെ കാണിച്ചിട്ട് ഷോ അങ്ങനെ സാധനം അവിടെ തന്നെ എത്തി. അപ്പോൾ ഇത് സംഗതി മാജിക്കാണ്. അപ്പോൾ ഇതേ കോയിൻസ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തട്ടാണ് അങ്ങനെ സാധനം പോയിട്ടുണ്ടാവും. റെഡി ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. കൈ കടുപ്പാണ്, കൈൻ്റെ കടുപ്പാണ്. പിന്നെ ഇതേ സിമ്പിൾ. പക്ഷെ ഇപ്പോൾ ഈ കോയിൻസ് ചിലപ്പോൾ സത്യത്തിൽ പറയട്ടെ, ഈ കോയിൻസ് നിങ്ങൾ ഇങ്ങനെ കണ്ടു അല്ലേ, ഈ കോയിൻസ് ഇങ്ങനെ കണ്ടു, ഞാൻ ഈ കോയിൻസ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടില്ല. കോയിൻസ് ഇവിടെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള ടെക്നിക്ക് കാണിച്ചെന്ന് മാത്രം. ഇപ്പോൾ ഈ കൈൻ്റെ ഉള്ളിലാണ് കണ്ടോ, ഇങ്ങനെ കാണിക്കാം കണ്ടോ, ഇല്ല സംഭവം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കൈ ശ്രദ്ധിച്ചു ഇങ്ങനെ വെച്ചു, ഇങ്ങനെ 1 2 3 ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ അടച്ചു. ഇപ്പം ഇങ്ങനെ സംഗതി കയ്യിലില്ല. ഈ കയ്യിലാണ് എൻ്റെ യഥാർത്ഥം. എന്താ നിങ്ങളുടെ അഭിപ്രായം ശരിയല്ലേ? ഇപ്പോൾ കയ്യിലാണല്ലേ, കൈ തുറന്നു. ഇപ്പോൾ താഴത്തൊന്നും വീണിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഈ കോയിൻസ് ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ കൈ ഇങ്ങനെ തുറക്കുക, ഇങ്ങനെ പതുക്കെ തുറക്കുക. അങ്ങനെ തുറക്കുമ്പോൾ കൈ ഉണ്ടല്ലോ, ഈ 4 വിരലും ഈ 9 വിരലും ആടുക എന്നല്ല, തള്ളവിരലാടില്ല. തള്ളവിരലാടിയാൽ പിടുത്തം വിട്ട പൈസ വീണ് പോകും. അപ്പോൾ പിന്നെ വീഴാതെ നമ്മൾ കാണിക്കണമെങ്കിൽ ഒന്ന് തുറന്ന് ശരിക്കും കാണിക്കണമെങ്കിൽ ശരിക്കും തുറന്ന് കാണിക്കാം. എങ്ങനെയുണ്ട് മാജിക് ഇല്ല. അതൊക്കെ ഉപകരണ സാധനങ്ങളിൽ ടെക്നിക്, യുക്തിയും ബുദ്ധിയും കൂടി ചെയ്യണതാണ് മാജിക് കേട്ടോ. അതാണ് മാജിക്. അപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ തോന്നുന്നു സംസുക്ക ഇപ്പോൾ കാണിച്ചു, ഒന്നും കൂടി കാണിക്കാൻ പറ്റുമോ വെച്ചാൽ ഒരു കോയിൻസ് കൂടി എടുക്കാം. ഇതാ കണ്ടോ, ഇതിന്ന് ഒരു കോയിൻസ് കൂടി എടുക്കാം. ഇതിന് ഈ കോയിൻസ് എടുത്ത് നമ്മൾ നിങ്ങൾ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇതിന് തുറന്നു വിട്ടാൽ സാധനം പോയി. അപ്പോൾ വീണ്ടും നമ്മൾ പോക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത് വന്നിട്ടുണ്ടാവും. ഈ കർച്ചിപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇതിനൊന്നുമില്ല. ഈ കർച്ചിപ്പം ചാടി കവിഞ്ഞു പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കോയിൻസ് ഉണ്ടോ. അപ്പോൾ എത്ര ദൂരത്തേക്ക് പോകണം നോക്കി. അപ്പോൾ മുകളിൽ ടവലും വെച്ചിട്ടാണ് ഈ കോയിൻസ് കാണാതെ കാണുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഈ കോയിൻസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, എല്ലാവർക്കും കാണുന്ന പോലെ അങ്ങനെ കാണിച്ചു കൊടുത്തു. വീണ്ടും കോയിൻസിൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കണ്ടോ, തുറന്നു നോക്കുമ്പോൾ വീണ്ടും ഇതിൽ 2 ഉണ്ടാവും. മാജിക്. ഇതൊക്കെ ജാലവിദ്യയാണ്. അപ്പോൾ ഇതൊക്കെ ജാലവിദ്യകളാണ്. അനുഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ വർഷങ്ങളായിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? എനിക്കെന്നെ ഓർമ്മയില്ല. എനിക്കൊരു 10-15 വയസ്സുണ്ടാവും. ഇപ്പോൾ 67 5 വയസ്സുള്ള സമയത്ത് സ്ട്രീറ്റ് മാജിക് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-40 വർഷത്തോളം ആയിട്ട് ഉള്ള അനുഭവങ്ങൾ ഈ സ്ട്രീറ്റ് മാജിക് നടത്തുമ്പോൾ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും പല സ്ഥലത്തും പല അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ നല്ലൊരു സംഖ്യ കിട്ടിയിട്ടുണ്ടോ, ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ കുറഞ്ഞു കിട്ടിയിട്ടുണ്ടോ, ചിലപ്പോൾ അവിടെ നടന്നൊരു സംഭവങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ? മറക്കാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഇന്ത്യ രാജ്യത്ത് ഒരുവിധം സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡ്, ഭോപ്പാൽ, നാഗപൂർ, ബഡുവദര, സൂറത്ത്, ഹൈദരാബാദ്, സിക്കന്ദരാബാദ്, പൂന. അവിടെയൊക്കെ ഹിന്ദിയല്ലേ സംസാരിക്കും? वो जानते अच्छा बात करने के लिए आता है हिंदी अच्छे से. താന, ബോംബെ, പിന്നെ ഇങ്ങോട്ട് കാസർഗോഡ്, കേരളം കാസർഗോഡ് തൊട്ട് കന്യാകുമാരി പാറശാല വരെ. തമിഴ്നാട് ഫുൾ അത്യാവശ്യം. தமிழ்நாட்டில் பச்சை மாதிரி பேச தெரியும். தமிழ் அழகாக பேச தெரியும். தமிழெல்லாம் நல்லா பேசுவேன். தமிழ் தெரியும். जो बात करने के लिए हिंदी भी आते. నాకు తెలుగు తెలుసు, కన్నడ గుర్తుంതൊക്കെ അറിയാം. പിന്നെ എന്താ അറിയോ, ഈ കർണാടകയും തെലുങ്കും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് ടച്ച് നിന്ന് പോവാണ്. അതെന്താ, ഈ പഠിച്ചതല്ലേ പാടുള്ളൂ, പഠിക്കാത്തത് എങ്ങനെ കയറുക. പക്ഷെ സംസാരിക്കാൻ ആൾ വേണം. ഇടക്കും നിലക്കും ఏమన్నా మీరు ఆ ఊరు బాగుండేవా, ఏం చేస్తాడు, అన్నం తింటాడా, భోజనం తింటాడా, ఎప్పుడు వచ్చింది ఈ దగ్గర కూకన్నా, ഇങ്ങനെയൊക്കെ പറയാൻ ഒരാൾ വേണം. ഇരിക്കടോ, ചോറുണ്ടോ, ചായ കുടിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ఏం కావాలా, మీరు యాటికి పోరా, ఎక్కడికా పోను, ഇതൊക്കെ ചോദിക്കണമെങ്കിൽ ഒരാൾ വേണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് యాటికి പോരാ, എక్కడ അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് ഭാഷ രാജ്യം കറങ്ങിയിട്ടാണ് രാജ്യം. ഇപ്പം ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ച വീട്ടിലുള്ളവർ പെണ്ണുമ്പിള്ളൊക്കെ ഇയാൾക്ക് എന്താ മാനസിക രോഗം പിടിച്ച് ചോദിക്കും, ഏത് തെലുങ്ക് ചെയ്താൻ കൂടിയോ ചോദിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടുകാർ വരും, അണ്ണന്മാർ വരും. എന്നാണ് நல்லா இருக்கிறீங்களா, സവിക്കാം എന്ത് പറയണേ. നമ്മ ഊർ വന്നാൽ സേലത്തേക്ക് പക്കം അവർ പറയും. ഞാൻ ചോദിച്ചാൽ ചിലർ പറയും കരൂർ പറയും, അങ്ങനെ ഒട്ടൻചത്രം, തേനി, കമ്പം, മധുര, ദിണ്ടുക്കൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ நான் தமிழ் பேசுறேன், நல்லா இருக்கா, தமிழில் அழகாக இருக்கா, பேசும்போது தப்பு வருதா என்னென்ன அவர் வரையும் தமிழில் நீங்களாம் சூப்பராக பேசுகிறீங்க, எங்களாலேயே முடியறதில்ல, நம்ம மலையாளத்தில் வந்து வட்டிக்கு பணம் கொடுத்து இப்படி அப்படிங்கெல்லாம் பேசிட்டு മലയാളം തമിഴും കലപ്പടം വന്നിരുത്, എന്നാ പണ്ടത് தெரியாது. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സംസാരിക്കുന്ന ഭാഷ എന്താ അറിയോ, തമിഴുക്ക് പവിത്രം കൂടുതലാണ്.
മലയാളത്തിനെക്കാട്ടും കൂടുതൽ തമിഴിന് പവിത്രം കൂടുതലാണ്. കാരണം അതെന്താ ചോദിച്ചാൽ തമിഴിലുള്ള വാചകം അച്ചടി ഭാഷ പോലെയാണ്. നല്ല അഴകുള്ള ഭാഷയാണ്, അൻപായ ഭാഷയാണ്, സ്നേഹം കൂടുതലുള്ള ഭാഷ, കൂടുതലുള്ള ഭാഷയാണ് തമിഴ്. അപ്പം അതുപോലെ മലയാളത്തിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു ചെറിയ ഉദാഹരണം. നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഏതെങ്കിലും എന്താ വാപ്പ ഓർഡർ പറയും. അപ്പോൾ ഈ ഡയലോഗ് തമിഴ്നാട്ടിലാണെങ്കിൽ അവനെ കാട്ടി പറലാം. കാരണം എന്താ പറയുക, ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എന്താടി എന്നൊക്കെ പറഞ്ഞ് അടി കിട്ടും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അത് അങ്ങനത്തെ വാക്കുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മള് പിന്നെ എന്താടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് തെക്ക് ഭാഗത്തുള്ള ജില്ലകളിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള അത് വേറൊരു വിഷയം. അത് എടോ എന്ന് വിളിക്കുന്നത് കുഴപ്പം, എടാന്ന് വിളിക്കുന്ന വ്യത്യാസമുണ്ട്. ഇപ്പൊ ചിലവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെത് ഞാൻ എടയാന്ന് വിളിക്കില്ല, കാരണം എടാ ഇവിടെ വാടാ എന്നൊന്നും വിളിക്കില്ല. കാരണം എന്താണ്, ഞാൻ ഇതിന്റെ പറയും ചെയ്തു, എടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എടാന്ന് വിളിച്ചിരുന്നു. അപ്പൊ അവന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ എന്തുപോലെ കണ്ണ് മേക്കണവനാണോ, അല്ലെങ്കിൽ ഞാൻ കുതിര മേക്കണവനാണോ, എന്ത് ഇയാൾ എന്നെ എടാന്ന് വിളിക്കണം, അയാൾ വീട്ടിൽ പണിക്കാരനൊന്നും അല്ലല്ലോ ഞാൻ എടാ പോടാ എന്നൊക്കെ വിളിക്കാൻ. അപ്പൊ എവനെങ്കിലും കണ്ണ് മേക്കാനോട് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ അപ്പൊ ഡയലോഗ് മാറ്റും. അപ്പൊ എടാന്ന് വിളിക്കണതിൽ കണ്ണ് മേക്കണവനായെന്നല്ല, ഓമനായിട്ട് എടോ എന്ന് വിളിക്കണതിൽ സുഖമാണ്. എടാന്ന് വിളിക്കുക തെറ്റാണ്. ബഹുമാനിക്കാതെ റെസ്പെക്ട് കൊടുക്കണം. കുട്ടികളാണെങ്കിലും ശരി, ബഹുമാനിക്കുന്നത് വളരെ നല്ലതാണ്. ഒരാളൊന്നും ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ പല്ലൊന്നും കുഞ്ഞില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചേട്ടാന്ന് വിളിക്കുക ആരെ കണ്ടാലും. സംസുക്ക ഒരാളെന്നെ എടാന്ന് വിളിച്ച് ഞാൻ എന്താ കണ്ണ് മേക്കണവനാണോ, ഞാൻ കണ്ണ് മേക്കണവനാണ് നിസ്സാരാണെന്ന് കണക്കാക്കി ചോദിച്ചു. കണ്ണ് മേക്കണവർ ആരാ? മാടും കന്നുകളും വേണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കളെ മേച്ചിരുന്ന അയാളെന്താ നിസ്സാരപ്പെട്ട ആളാണോ ശ്രീകൃഷ്ണ ഭഗവാൻ? പിന്നെ ആട് മേച്ചിരുന്ന് മറ്റേ യേശു കർത്താവ്, ഈസാ നബി അലൈഹി സ്വലാം ആടുകൾ മേച്ചിരുന്ന്. അപ്പൊ ആടുകളെ മേച്ചാൾ യേശു കർത്താവ് അത്ര നിസ്സാരമാണോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ കച്ചവടം ചെയ്തിരുന്ന ആടും ഒട്ടകമൊക്കെ, അങ്ങനെ അത്ര മോശം. പക്ഷെ കണ്ണ് കച്ചവടം അതൊന്നല്ല ഇവിടെ വിഷയം. സംസാരിക്കുന്ന ഭാഷയിൽ അച്ചടി ഭാഷ ശരി, എന്തായാലും ഒരാളെ ബഹുമാനിക്കാൻ എല്ലാ മതത്തിലും പറയണം. മതം ഒന്ന് മനുഷ്യജന്മമേ ഉള്ളൂ. മനുഷ്യനാണ് മതത്തിനിട്ട് വല്ല ചോറ്റിൽ കൂട്ടാൻ വെച്ച പോലെ ആക്കിയത്. പക്ഷേ എന്നാലും ഏത് മതമായാലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ മതത്തിനനുസരിച്ച് ആ മതത്തിന്റെ പേരും നിലയും കളയാതെ ജീവിക്കുന്നവനാണ് ആ മതത്തിനോട് സ്നേഹിക്കുന്ന മനുഷ്യൻ. മതത്തിന്റെ പേര് കളഞ്ഞിട്ട് മതം സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ മനുഷ്യനായവന് ഒരു മതത്തിന്റെ പേരും കളയാൻ പാടില്ല. ഞാൻ ഇപ്പം ശംസുദ്ദീൻ, എൻ്റെ പേര് ശംസുദ്ദീൻ. ഈ പേര് ഹിന്ദു സമുദായത്തിലില്ലേ? ഒന്ന് കൂട്ടി നോക്കി. എന്തെങ്ങളുടെ അഭിപ്രായം? ശംസുദ്ദീൻ എന്നുള്ള പേര് ഹിന്ദു സമുദായത്തിലില്ലേ? ഉണ്ടോ? എന്തെങ്ങളുടെ അഭിപ്രായം? ഉണ്ടല്ലോ. പിന്നെന്താ പറഞ്ഞുതരാ. ശംസുദ്ദീൻ എന്താണ് ഇപ്പൊ അതിന്റെ അറബിൽ എന്താ പറയുക? സംസുൻ പറഞ്ഞാൽ സൂര്യൻ അല്ലെ, ദീൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പൊ ശംസുദ്ദീൻ, അപ്പൊ അതിന്റെ അർത്ഥം സൂര്യപ്രകാശാണ്. അപ്പൊ ശംസുദ്ദീൻ പറഞ്ഞാൽ സൂര്യൻ, സംസുൻ സൂര്യൻ, ദീൻ പ്രകാശം. ചേർത്ത് വായിക്കൂ. സൂര്യപ്രകാശം എന്ന് ഹിന്ദു സമുദായത്തിലില്ലേ? പിന്നെ കമറുദ്ദീൻ, കമർ പറഞ്ഞ സാധനം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കാണ്. കൃഷ്ണൻകുട്ടിയോ രാമൻകുട്ടിയോ ഏതെങ്കിലും ഒരാളടുത്ത് ചോദിക്കാണ്, ചേട്ടാ കമറു പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? അയ്യേ ഞാൻ കണ്ടിട്ടില്ല. അവർ ചേട്ടാ നമ്മളെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വരുന്ന ആളാണത്. അതാരാ കിടന്നുറങ്ങുമ്പോൾ വരുന്നു? ചന്ദ്രനെ, അയാളിനാണ് അറബിൽ കമറുദ്ദീൻ, കമറു ദീൻ പ്രകാശം, കമറുദ്ദീൻ ചന്ദ്രപ്രകാശ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ മതത്തിലും ഓരോ പേരിലും മതങ്ങളിലും സംസുദ്ദീനുണ്ട്. മറ്റേ ആസ്യ, അതിൻ്റെ അർത്ഥം എന്താ? തൂൺ, തൂണെന്ന് പറയാം. തൂണ് വെച്ചിട്ടുണ്ട് പേരയിൽ, തൂൺ, അതാണ് തൂൺ, ആസ്യ. അപ്പൊ സാറാ ബീബി, സാരദ, സാറാമ്മ ക്രിസ്ത്യാനി, അപ്പൊ സാരദ ഹിന്ദു സമുദായം, സാറാ ബീബി മുസ്ലിം സമുദായം. എല്ലാതും ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ഒരു സംഗതി ഉള്ളൂ. അതായത് നമുക്ക് ഈശ്വരൻ രണ്ട് കണ്ണ് തന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പെണ്ണ് പിടിക്കാണ്, ഒന്നും വേണ്ട. ഇപ്പോൾ വേണ്ടോ ഒരു ചെറിയൊരു താക്കോല്, ഇപ്പോൾ ഒരു ഗ്ലാസ് കണ്ണാടി ഉണ്ടോ? ഈ ഒരു കണ്ണാട അല്ലേ? ഇപ്പം ഈ കണ്ണാടന് നമ്മൾ എന്താ പറയുക അറിയോ? ഇടത് കണ്ണിൽ അടക്കാം ആദ്യം, അങ്ങനെ എന്നിട്ട് നോക്കുക വലത് കണ്ണിൽ. അപ്പോൾ ഒരു കണ്ണാടയെ കണ്ണ്. ഇനിയിപ്പോൾ വലത് കണ്ണ് അടക്കാം, അപ്പോഴും ഒരു കണ്ണാടയെ കണ്ണ്. അപ്പോൾ ഇത് രണ്ട് കണ്ണ് ഒരുമിച്ച് അടക്കാം, എന്നിട്ട് തുറക്കാം ഒരുമിച്ചിട്ട്. ഇപ്പം നോക്കുമ്പോഴോ? അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന മൊബൈൽ ഒന്ന് തന്നെയല്ലേ കണ്ണ്, നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് നമുക്ക് രണ്ട് കണ്ണിൽ കണ്ടുകൊണ്ട് രണ്ടെണ്ണം കണ്ടേ? കാണില്ലല്ലോ, ഒന്നല്ലേ കാണുള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ പടച്ചിരിക്കുന്ന ശക്തി ഈ ഒന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ ദൈവമാണെന്ന് പ്രാർത്ഥിക്കുന്നത്, തല്ലുകൂടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ. നമ്മൾ തല്ലിയിട്ട് ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞ് അതിനൊരു മാജിക് ഞാൻ കാണിച്ചുതരാം. മതസൗഹാർദ്ദ ജാലവിദ്യ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഇപ്പൊ അതിന് ഈ സാധനത്തിന് എന്താ പേര് അവസാനം? നമ്മൾ ഒരു മനുഷ്യന് ആകപ്പാടെ ഉള്ളത് ഒരു 3 പേരിടും. മൂന്ന് പേരിലാണ് വിളി വരിക, 1 തൊട്ട് 3. അത് എങ്ങനെ അറിയോ? പ്രസവിച്ച ഉടനെ തന്നെ നമുക്ക് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒരു പേരിടും. എന്താണ്? കൃഷ്ണൻകുട്ടിയെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടിയെന്നോ അല്ലെങ്കിൽ ഔസേപ്പച്ചനെന്നോ, അങ്ങനെ 3 പേര് വരും. ആ ഒരു പേര് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പേര്
വരുന്നത് ബാല്യകാലത്തിൽ കല്യാണം കഴിക്കണ പേര് പുയ്യാപ്പിള, മാപ്പിള. കല്യാണം കഴിഞ്ഞാൽ മണവാളൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പേരെന്നറിയോ? ശവം, മയ്യത്ത്, പൊണം, ഡെഡ് ബോഡി, ചത്തുപോയ ഇതേ വരുള്ളൂ. അപ്പം 3 പേരിലാണ്. ഒന്ന് ശംസുദ്ദീൻ, ഒന്ന് പുയ്യാപ്പിളാകുമ്പോൾ പുതുമുഖം, മൂന്നാമത്തേത് ശവമാകുമ്പോൾ. ഈ 3 പേരുള്ളൊരു മനുഷ്യന് ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഈ 3 കാര്യങ്ങൾ ഭയങ്കരമായ കാര്യങ്ങളാണ്. നമുക്ക് പോയാൽ കിട്ടാത്ത കാര്യമാണ് ഈ 3 ഒരു കാര്യം, ഒന്ന് അച്ഛൻ മരണപ്പെട്ടു പോയാൽ കിട്ടില്ല. കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായം? അമ്മ മരണപ്പെട്ടു പോയാൽ കിട്ടുമോ? കിട്ടില്ല. നമുക്ക് നല്ലൊരു സമയമുണ്ട് എങ്ങനെ നേരാകാൻ. ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ട് കേട്ടോ, നാളെ രാവിലെ ഒരു 10 മണിക്ക് പോയി അറ്റൻഡ് ചെയ്യണം കേട്ടോ പറയും. അപ്പോൾ നമ്മൾ എന്താ ഉറങ്ങിയിട്ട് എണീക്കണത് 7 മണിക്കാണ്. എരുമ പോലെ എനിക്ക് 7 മണിക്കാണ് എരുമകളാണ് കടന്നുകൊണ്ടേയിരിക്കുള്ളൂ സ്വാഭാവികൾ. അപ്പോൾ ഒരു വിചാരി ഒരു 7 മണി എന്നല്ല, 7 ഒരു 8 10 മണിക്ക് എല്ലാം മതി. ഒന്ന് കുളിച്ച് പോകുമ്പോൾ ഒരു 10 ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 10 മണി പറഞ്ഞാൽ അവിടെ പോയ ആളുണ്ടാവില്ല വിചാരിച്ച് നമ്മളെന്ത് കാട്ടും? 10 പോവും. 10 പോയി 6 മണിക്കൂർ വേസ്റ്റായി. അപ്പം നമ്മൾ കറക്റ്റായി ബാലിച്ചില്ല, അപ്പോൾ ആ ജോലി പോയി. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണോ? 10 മണിക്ക് ചെല്ലാൻ പറയുമ്പോൾ നമ്മൾ 9:30 മണിക്ക് ഹാജരാകണം. ടൈം കറക്റ്റാണ്. 9:30 ഹാജരായാൽ അവിടെ ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോഴേക്കാണ് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ വരും. എപ്പോഴാണ് വന്ന്? ഞാൻ വന്നിട്ട് ഒരു 6 മണിക്കൂർ വയസ്സാ. അപ്പം നമുക്ക് വരും, അത് പോവാറ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകും. ആ സമയം നമ്മൾ 10:30 പോയാലോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നെയും കാത്തിട്ടായാലും നമ്മുടെ പണി പോയോ? അപ്പം അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു സമയമുണ്ട്. അതാണ് 3 കാര്യം നമുക്ക് പോയാൽ കിട്ടാത്തത്. പിന്നെ ചോദിക്കാതെ വരുന്നത് 3 കാര്യങ്ങൾ. അതും 3 കാര്യം തന്നെയാണ്. ഒന്ന്, നമുക്കുള്ള മരണം. നമ്മൾ എപ്പോൾ എങ്ങനെ ഇരുന്നാലും ശരി തട്ടിയിടും. ഒന്ന്. രണ്ടാമത്തെ, നമുക്ക് സൂക്കേട്, ഏത് സമയത്ത് എന്ത് വരും എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തത് ആക്സിഡൻറ്റ്, വാഹനാപകടം. നമ്മൾ എങ്ങനെ ഓടിച്ചു പോയാലും ശരി വരുന്നവൻ ശരിയില്ലെങ്കിൽ മുട്ടും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് ഈ 3 കാര്യങ്ങൾ. ഇങ്ങനെ 3 കാര്യങ്ങൾ 6 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയും പഠനം അവസാനിച്ചിട്ടില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇതുവരെയും. പഠനം അവസാനിപ്പിച്ചില്ല. പഠിച്ച് ഒരുപാട് പട്ട വാങ്ങി കളക്ടറായാലും ശരി, അയാൾ വീട്ടിൽ മറ്റേ പെൻഷനായിട്ട് കുത്തിരിക്കുമ്പോൾ വീട്ടിൽ പത്രം കൊണ്ടിരിക്കും. ആ പത്രത്തിൽ വായിക്കും. അപ്പോൾ കളക്ടറായി പഠിച്ചു തീർന്നു, ജോലിയൊക്കെ തീർന്നില്ലേ, സ്വസ്ഥതയായിട്ട് ഇരുന്നൂടെ, പിന്നെ എന്താ ഇയാൾ പഠിക്കണം പിന്നെയും. അപ്പം മരണം വരെയും കണ്ണിനെ കാഴ്ചക്കുള്ളവരെയും കൈയെത്തുന്ന സ്ഥലത്ത് കണ്ണെത്തുന്ന സ്ഥലത്ത് കൈയെത്തുന്നവരെയും പഠനത്തിന് അവസാനമില്ല. മനസ്സിലായില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. 1997 പുത്തിരിക്കണ്ടം മൈതാനത്തിലാണ് ഈ സംഗതി മാങ്കോട്ടർ അവതരിപ്പിച്ചത്. അന്ന് മാജിക് പ്ലാനറ്റ് തുടങ്ങിയിട്ടില്ല മുതുകാട് ഗോപിയേട്ടൻ. അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഗോപിയേട്ടൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, എനിക്കതിൽ നിങ്ങളുടെ സംസുക്കാൻ്റെ ആവശ്യങ്ങളുണ്ട്, നിൽക്കണം കേട്ടോ എന്നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റിൽ മാങ്കോട്ടറി പുത്തിരിക്കണ്ടം മൈതാനത്തിൽ തുടങ്ങി. പിന്നെ അത് മറ്റേ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു പരിപാടി ഗോപിയേട്ടനുണ്ടായിരുന്നു, മാസ്മരം പറഞ്ഞിട്ട് അതിൽ ചെയ്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. അന്നാണ് ഈ ഇംഗ്ലീഷുകാർ ഇത് കേട്ടറിഞ്ഞ് ജപ്പാൻകാരത്തി വന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നുണയാണെന്നാണ് പറയുക. കാരണം അത് കള്ളമാണ്, കള്ളത്തരാണെന്ന്. തെളിവുണ്ട്, ഇതാ എൻ്റെ മൊബൈലിലുണ്ട് തെളിവ്. ഇത് ആർക്കും ഞാൻ ഇന്ന് വരെ വിട്ടുകൊടുത്തിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോളൂ. അതായത് നോക്കി, ജപ്പാൻ സാഹിത്യകാരി മാമി അമത എനിക്ക് ആ സ്ത്രീൻ്റെ അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. ആ ഫോട്ടോയിൽ കാണാം, അതിൽ കാണുന്നുണ്ടോ? നോക്കി, സൂം ചെയ്തെടുത്ത് നോക്കിയാൽ തന്നെ കേട്ടോ, കണ്ടോ? ഇത് ജപ്പാൻകാരത്തി ചോദിച്ചതാണ്. അത് എന്ത് ചോദിച്ചറിയോ? എന്നെങ്കിലും ഒരു കാലത്ത് ഇതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് എനിക്ക് തന്നിട്ട് വേറെ ആൾക്ക് കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അന്ന് അത് തന്ന കാർഡാണത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കാർഡുണ്ട്, വീട്ടിൽ റൂമിലുണ്ട്. ഞാൻ ഫോട്ടോയിൽ വെക്കാൻ കാരണം അതാണ്, വിലപ്പെട്ടവർ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം. അപ്പം നമുക്കങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ഞാനിപ്പോൾ ഈ ലക്ഷം പൊട്ടി ഇരിക്കേണ്ട ആവശ്യമില്ല, നല്ല പൈസയിൽ ജീവിക്കാം. ഇവിടെ നമുക്ക് ഒരാളിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മടിയിൽ കണ്ണുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അത് തെറ്റ് ചെയ്താൽ അത് ഏത് കൊമ്പനാണെങ്കിലും കുടുങ്ങും. മനസ്സിലായില്ലേ? അത് ഞാനായാലും ശരി, നിങ്ങളായാലും. അവിടെ ജാതി അല്ല വിഷയം. അത് രാഷ്ട്രീയം വിഷയമൊന്നും ഞാൻ പറയില്ല. അതിലോ കാര്യങ്ങളില്ലെന്ന്. ഈ രാഷ്ട്രീയം പറഞ്ഞ സാധനം എന്താ അറിയോ? ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. തമിഴിലൊരു ചൊല്ലുണ്ട്, തമിഴ് വാക്കില്, அரசியல் என்பது என்ன സാർ. അത് ആരോട് ചോദിച്ചറിയോ?
അണ്ണാദുറൈ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, എംജിആർ സാറിന്റെ ഗുരുനാഥൻ. അങ്ങേര് സിംഗപ്പൂരോ മലേഷ്യയോ പോയിട്ടുണ്ടെന്നാ കേട്ടത്. അന്ന് കാലത്ത് ആരോ സ്റ്റേജിൽ കയറിയിട്ട് ചോദിച്ചാണത്ര അങ്ങേരത്തെ, ഞാനിത് കേട്ടറിവാണ് കേട്ടോ, അല്ലാതെ ഞാനിത് പോയി പഠിച്ചിട്ടൊന്നുമില്ലേ, കേട്ടറിവാണ്. വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള അനുഭവമാണിത്. அரசியல் என்பது என்னன்னு அறிஞர் அண்ணாயிடம் கேட்டார்கள் ஒரு ஆள். அந்த அண்ணா அவருக்கு திருப்பி மறுபடி சொன்னது இதுதான், அட போடா வெங்காயம்னு. என்ன சார் நீங்க திட்டுறீங்கன்னு ചോദിച്ചു. நான் தம்பி உன்னை திட்டலப்பா, அரசியல் என்னன்னு நீ கேட்ட இல்லையா நீங்க, அதுக்கு நான் பதில் சொன்னது போடா வெங்காயம். போடான்னா வெங்காயம்னு அர்த்தம். போடா அது ஒரு வெங்காயம். நம்ம போடான்னு நீங்க தப்பா நினைக்காதீங்க. போடா வெங்காயம், ஒரு வெங்காயம். அது உளிக்க உளிக்க தோல் தான் இருக்கும், அதுக்குள்ள ஒண்ணுமே இல்லை. இதுதான் அரசியல். நாளைக்கு எந்த பக்கம் பணம் ஜாஸ்தி கிடைக்குதோ அந்த பக்கம் போவாங்க. இந்த கட்சியில என்ன அந்த கட்சி, அந்த கட்சியில இந்த கட்சி, கடைசியில ஒரு கட்சி கரெக்டா இருக்கும், சாப்பாடு கட்சி கடைசியில. புரியுதுங்களா? எந்த கட்சியில இருந்தாலும் பச்சை தண்ணி கிடைக்காது. நீங்க எவ்வளவுதான் சம்பாதிச்சாலும் சரி, നിങ്ങൾ എത്ര തന്നെ ഉണ്ടാക്കിയാലും ശരി, മോഹത്തിന് കയ്യിൻ്റെ അത്ര ഹൃദയം വച്ച്, കടലിൻ്റെ അത്ര മോഹം വച്ച് നിങ്ങൾ ഇന്നോവ കാർ വാങ്ങിച്ചാലും ശരി, ടാറ്റാ സുമം വാങ്ങിച്ചാലും ശരി, നിങ്ങൾ ഈ ലോകത്തിൽ വിമാനം തന്നെ വാങ്ങിച്ചാലും ശരി, ഇതെല്ലാം നമ്മുടെ ജീവൻ ഒരു നിമിഷം കൊണ്ട് പോയാൽ, സെക്കൻഡ് കൊണ്ട് പണി തീർന്നാൽ, ഇത് നമ്മുടെ കബറിൻ്റെ ഉള്ളിൽ എവിടെ കൊണ്ടുപോയി വെക്കാനത് സാധനങ്ങൾ പറ്റില്ല. ചിതയിൽ വെച്ച് ഹിന്ദു സമുദായത്തിൽ കത്തിക്കുകയാണെങ്കിലും തന്നെ ഏത് സ്ഥലത്തിട്ട് കത്തിക്കാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നത് മുഴുവതും മോഹങ്ങളാ, മോഹത്തിന് അവസാനം ഇല്ല. എന്തും എന്തും അതിനൊരു മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന മോഹങ്ങളാണ്. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയം എന്ന് പറഞ്ഞത് തമിഴിൽ പറഞ്ഞാണത്, അരസ്യൽ. രാഷ്ട്രീയ മലയാളത്തിലാണ്, ഞാൻ തമിഴിൽ പറഞ്ഞാണ്. അത് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അരസ്യൽ എൻപത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞ പറഞ്ഞ ഒരു ഡയലോഗാണ്, പോടാ വെങ്കായം. അപ്പോൾ പോടാ പറഞ്ഞ ഒരു ഉള്ളി, വെങ്കായം. അത് തൊലിച്ചാലും തോലേ ഉണ്ടാവുള്ളൂ, അതിൽ കയമ്പില്ല. ഇന്ന് ഈ പാർട്ടി, നാളെ മറ്റേ പാർട്ടി, ഇങ്ങനെയൊക്കെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. കാരണം അത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്. അതിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്, സാമൂഹ്യ പ്രവർത്തനമല്ല, നല്ല ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. സാമൂഹ്യ പ്രവർത്തനമാണോ അതോ അത് അവരുടെ വരുമാന മാർഗമാണോ? അങ്ങനെയല്ല, അതിൽ രണ്ട് വശമുണ്ട്. നല്ലവരും ഉണ്ടല്ലോ അതില്. ഇപ്പൊ ഒരുവിധം ആൾക്കാർ, ഇപ്പൊ എന്റെ അനുഭവങ്ങൾ ധാരാളം. ഇപ്പൊ പാമ്പ് കടിച്ചാൽ വിഷം ഇറക്കുന്നുണ്ട്. ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ ഡോക്ടർമാർ ബിസിനസ്സിൽ ഏർപ്പെട്ട പോലെ ഇരിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ എന്റെ അനുഭവമാണ്. അപ്പൊ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഒരു വിഷമില്ലാത്ത പാമ്പ് കടിച്ചിട്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അത് തെറ്റല്ല, ശരിയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വിടുള്ളൂ. അവർ എന്ത് പാമ്പ് കടിച്ചു എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ വിഷമില്ലാത്ത പാമ്പ് കടിച്ചോട്ട് വിടാനും പറ്റില്ല. കാരണം കടിച്ചത് അതല്ല, വേറെ ആണെങ്കിലോ. അതിനാണ് 24 മണിക്കൂർ ഇടുന്നത്. അതിപ്പോ പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിലും ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിൽ ചെയ്യും അവര്. അതിന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. മറ്റേ തെറ്റിദ്ധരിക്കും, കാരണം ബില്ല് കൂട്ടുമ്പോ. വിഷമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ 24 ഇരുന്നിട്ട് കാശ് വാങ്ങണത് തെറ്റല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നു തെറ്റാണെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, തെറ്റല്ല. പൈസ വാങ്ങണതാണ് തെറ്റ്. അവര് 24 മണിക്കൂർ അവനെ കൺട്രോളിൽ വെക്കാണ്, അത് ശരിയാണ്. അതിന് പൈസ വാങ്ങണത്, അമിതമായി ബില്ല് വാങ്ങണത് ബിസിനസ്സാണ്, അവിടെയാണ്. അപ്പോ മോഹങ്ങൾ മനുഷ്യനെ വിട്ടുപോകില്ല. കയ്യിൻ്റെ അത്ര ഹൃദയമാണ്, കടലിൽ അത്ര മോഹമാണ്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ചരട്. കണ്ണുണ്ടല്ലോ, ഇതൊരു ചരടാണ്. തമിഴിലാണ് ഇതിനെപ്പറ്റി വാചകങ്ങൾ നന്നായി പറയാൻ പറ്റുള്ളൂ. തമിഴിൽ 2 ഡയലോഗ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒരു சும்மா ஒரு நூல் கவருங்க சார், நூல் கவர். நூல் சாதாரண நூல் கட்டு போட்டா இருக்கிறது. இப்படி நம்ம கட்டு போட்டுருவோன்னு வைங்க, பார்த்தீங்களா? முடிச்சு போட்டு நம்ம இதை முடிச்சு இப்படியே நம்ம இது கூட பார்த்தீங்களா, இப்படி முடிச்சு போட்டு கரெக்டாக முடிச்சு போட்டாச்சு, பார்த்தீங்களா? மணிக்கட்டாயிடுச்சு. இது இந்த கட்டு நமக்கு அவுக்கணும்னு ரொம்ப கஷ்டம். நம்ம மூடி போட்டு இப்படியே எடுத்துட்டு பார்த்தீங்களா, ஷூனா போயிடும். இதில் தான் ஒரு டைலாக் இருக்கு. அதில் மேஜிக் சிம்பிளாக இருக்கும், ஆனால் அதில் இருக்கக்கூடிய பர்ஃபார்மிங் டைலாக் அழகாக பேசணும். அழகாக எனக்கு எழுத படிக்க தெரியாது, தப்பாக இருந்தால் மன்னிச்சுங்க சார். உலகத்தில் மனிதனுக்கு ஆசைகள் 3. மனிதனை 3 ஆசைகள் உண்டு.
ஒன்று மண்ணாசை, ஒன்று பெண்ணாசை, ஒன்று பொன்னாசை. புரியுதுங்களா? மண்ணாசை, பெண்ணாசை, பொன்னாசை. மண்ணுக்கு ஆசைப்படுவான். இருக்கிறது ஏக்கரை கணக்கில் இடம் இருக்குது, பக்கத்தில் வந்து 1/2 சென்ட் இடம் தான் இருக்குது. அது வேற ஆளுது. அதுக்கு தகுந்த மாதிரி வேலி கட்டு நம்ம கட்டுனது ஏக்கரையில், ஆனால் அந்த பக்கம் இருக்கிறது 1/2 சென்ட் இடம் தான் இருக்குது. அதுக்கு ஏக்கரை கிடையாது, அந்த ஆளும் கிடையாது. இந்த ஏக்கரைக்காரன் என்ன பண்ணுவோம் தெரியுங்களா? யாருக்கும் தெரியாமல் அந்த 1/2 சென்ட்டுக்கு அந்த பக்கம் வேலியை சாத்தி கட்டுவோம். ஆனா அதுக்கு ஆள் இல்லடா போடுறா இந்த பக்கம். அது மண்ணாசை, மண்ணு மேல இருக்கக்கூடிய ஆசை. பெண்ணாசை, உட்கார்ந்தா எந்திரிக்கிறதுக்கு 9 நாள் ஆகும். அவனுக்கு 9 பொண்டாட்டி தேவைப்பட்ட மாதிரி ரோட்ல எந்த பொண்ணு பார்த்தாலும் சரி, பார்த்தா அழகா இருக்குடா, அழகா இருக்குடா, இது என்னடா கலர் கலரா போயிட்டு இருக்குன்னு கிண்டல் பண்ணுவாங்க. அது வந்து பெண்ணாசை. பின்ன பொன்னாசை, எவ்வளவுதான் அவனுக்கு வரதட்சணை கிடைத்தாலும், எவ்வளவு நகை பண்ட பாத்திரங்கள் கிடைச்சாலும் பொண்டாட்டியை தொந்தரவு பண்ணிட்டே இருப்பாண்டே, உங்க அப்பா வீட்டுல இருந்து ஒன்றும் கொண்டு வரலையாடா, உங்க அப்பா வீட்டுல இருந்து ஒன்றும் கொண்டு வரலையா. அது வந்து பொன்னாசை. இந்த ஆசை இருக்கிறவங்களுக்கு ஒரு ஆபத்து வரும். பாருங்க, பிறப்பு ஒன்று, பிறப்பு ஒன்று, இறப்பு ஒன்று. அதுதான் 3 ஆசைகளும் உண்டு. இந்த பிறப்புல வந்து இந்த ஆசைப்பட்டவனுக்கு ஆண்டவன் சங்கிலி போடுறான். பாத்தீங்களா? சங்கிலி போட்டாச்சு, ரொம்ப பாவம் செஞ்சாச்சு, அதனால அவனை இதுக்குள்ள போட்டு சங்கிலி போட்டு கட்டியாச்சு. பாத்தீங்களா? வராது, இது ரொம்ப கட்டியாச்சு. பயங்கர தமாசு விளையாடுறதுல பாருங்க, நல்லா கட்டியாச்சு. இந்த கட்டில் வந்து இவன் தப்பிக்கணும். இவன் நல்லது செஞ்சாதான் தப்பிக்க முடியும், கெட்டது செஞ்சா சுருக்குல மாட்டிக்கிட்டே தான் சாகுவான். புரியுதுங்களா? இந்த மாதிரி கட்டில மாட்டியாச்சு. அப்ப நல்லது செய்யறவனுக்கு ஆண்டவன் எப்படியாப்பட்ட சுருக்கா இருந்தாலும் அவுத்து விட்டுருவான். பாத்தீங்களா? இங்க பாருங்க, நல்லது செய்யணும், நல்லது செஞ்சாதான் இப்படி வரும். உங்க முன்னாலதான் போடுறேன் பாத்தீங்களா? கட்டு இந்த கரெக்டா அளவு நூல் பாத்தீங்களா? இப்படி ஒரு சுருக்கு, 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 கழட்டி நல்லா மாட்டிக்கிட்டான். பாத்தீங்களா? நல்ல மாட்டின பிற்பாடு சுருக்கு போட்டு நல்லா இழுத்துட்டா கட்டு விழுந்துருச்சு. இதுல இருந்து அவன் தப்பிக்கணும்னா நல்லது தான் செய்யணும். அந்த நல்லது செஞ்சாதான் வருவான், நல்லது செய்யலைன்னா வரமாட்டான். நல்லது செஞ்சா பெரியவங்க சொல்லுவாங்க, தேங்காய் எண்ணெயில நூல் போட்டு இழுத்த மாதிரி நல்லா ஸ்லோவா அப்படி வந்துடும். நல்லது செஞ்சா அப்படியே முள்ள 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 அவனோட கஷ்டத்துல ஆண்டவன் இப்படி தள்ளி விட்டுருவான். கொஞ்சம் புரிஞ்சு பாருங்க. இந்த நூல்ல இந்த மாதிரி ஒரு கஷ்டத்தை பத்தி சொல்லி ஒரு கதையை எழுதி கதையை சொல்லி இந்த மாதிரி ஒரு ஷோ செய்யும் போதே அது நீங்க வந்து நினைச்சு பாருங்க. அதுலயும் இருக்கு, இதுலயும் இருக்கு. பாருங்க, ஒரு கஷ்டம் பாத்தீங்களா? பெரிய ஒரு கஷ்டம் தான். ஒரு மனுஷனுக்கு துன்பங்கள் வரும் பாத்தீங்களா? இந்த துன்பம் இப்படி இருக்கு, 3 கட்டு இதுக்குள்ள போட்டு இதுக்குள்ளேயும் போட்டு சுருக்கு போட்டுருவாங்க. பாத்தீங்களா? நீங்களே பாருங்களேன். பாத்தீங்களா? கண்ணி இதுல விழுந்துருக்கு, இந்த கண்ணில இருந்து வெளியே வராது, கட்டு போட்டிருக்கு. ஒரு மனுஷன் நல்லவனா இருந்தா ஆண்டவன் எப்படியாப்பட்ட சுருக்கா இருந்தாலும் சரி அவுத்து விட்டுருவான். கெட்டவனா இருந்தா மாற்றா நீ கொஞ்ச நாளும் உன்னை அழுக வச்சுதான் விடுவான். அதுக்குத்தான் இது ஒரு சின்ன ஒரு மேஜிக். பாத்தீங்களா? இங்க பாருங்க, இந்த கட்டை விடுறது பாருங்க, ஸ்லோவா அது முள்ள 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 அப்படியே டக்குன்னு வந்துடும். பாத்தீங்களா? இதுதான் மனுஷனோட வாழ்க்கை. கஷ்டங்கள் நிறைய இருக்கும் உலகத்துல, கஷ்டம் இல்லாத கஷ்டமே இல்லை. അത് ജീവിതത്തിൽ മലയാളത്തിലും കൂടി പറയാനോ, ജീവിതത്തിൽ മനുഷ്യന് കഷ്ടപ്പാടില്ലാത്തതല്ല. കഷ്ടത്തിന് നമ്മൾ കെട്ടിപ്പിടിച്ച് നിൽക്കരുത്, കഷ്ടത്തിന് സിമ്പിളായിട്ട് വിട്ടേക്കണം, കാലിൻ്റെ ചുവട്ടിലിടുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. എനിക്ക് എഴുതാൻ വായിക്കാറില്ല, പറഞ്ഞ തെറ്റണെങ്കിൽ ക്ഷമിക്കണം. വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ എന്താ പറഞ്ഞറിയോ? ദൈവത്തിനോട് സ്തുതിക്കുകയാണ്, ദൈവമേ നീ എന്നെ കോടീശ്വരനാക്കി, നല്ല കാലം പാവപ്പെട്ടവനായില്ലല്ലോ എന്ന്. അപ്പോൾ പാവപ്പെട്ടവനായ നല്ല വിഷമമല്ലേ? അപ്പോൾ ദൈവത്തോട് സ്തുതിക്കണം, ഞാൻ പണക്കാരനായത് ദൈവത്തോട് ഞാൻ വർണ്ണിക്കണം, സന്തോഷം പെട്ടെന്ന്. അപ്പോൾ പാവപ്പെട്ടവൻ എന്താ പറഞ്ഞറിയോ? ദൈവമേ നീ എന്നെ പാവപ്പെട്ടവനായി. ഒരു പിച്ചക്കാരനെ കണ്ടത് പിച്ചക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു പാവപ്പെട്ടവൻ, പടച്ച തമ്പുരാനെ നീ എന്നെ പാവപ്പെട്ടവനാക്കിയാലും കണ്ടവൻ്റെ അടുത്ത് കൈയറുന്നുള്ള ഒരു പിച്ചക്കാരനാക്കാതിരുന്നത് തന്നെ വലിയ ഹൈർ സന്തോഷമാണെന്ന്. പിച്ചക്കാരൻ പെട്ടെന്നൊരു ഭ്രാന്തനെ കണ്ടപ്പോൾ പിച്ചക്കാരൻ പറയാണ്, ഞാൻ പിച്ചെടുത്ത് തിന്നാലും കുഴപ്പമില്ല, ഭ്രാന്തനാക്കാഞ്ഞത് ഭാഗ്യമാണ് കേട്ടോ.
ഭ്രാന്തനെന്ത് കാട്ടിയത് റോട്ടിൽ കൂടെ ഒരു ശവം കൊണ്ടുപോണത് കണ്ടത്രേ. പടച്ച തമ്പുരാനെ നല്ല കാലം എന്നെ ഭ്രാന്തനാക്കിയാൽ എൻ്റെ റൂഹിന് എൻ്റെ തന്നെ തന്നിക്കണല്ലോ, അതുകൊണ്ട് വലിയ അത്ഭുതം. അൽഹംദുലില്ലാന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറയണ അറിയോ? അതിൻ്റെ അർത്ഥം പറഞ്ഞതിനൊരു വ്യാഖ്യാനം ഉണ്ടാവില്ല. എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഉള്ളതിനനുസരിച്ചിട്ട് ജീവിച്ചിട്ട് പോകുന്നവനാണ് മനുഷ്യൻ. ഇല്ലാത്തതിനെ ആഗ്രഹിക്കരുത്, കിട്ടാത്തതിനെ കൈ നീട്ടാനും പാടില്ല. അവനാണ് മനുഷ്യൻ. അപ്പോൾ കഷ്ടപ്പാട് ഒരുപാടുണ്ടാവും. കഷ്ടപ്പാടിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതാണ്ടോ ഒരു മണിക്കല്ലാണ്, ഉണ്ട്, ചെറിയൊരു മണിക്കല്ലാണ്. ഈ മണിക്കല്ല് നിങ്ങൾ കണ്ണ് വീഴ്ചിട്ട് തുറന്നിട്ട് ഈ കണ്ണിൻ്റെ അവിടെ വെച്ച് നോക്കി, കണ്ടോ? കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് ഈ ക്യാമറയും കാണുന്നില്ല, ഈ മണിക്കല്ല് മറിഞ്ഞിട്ട്. അപ്പോൾ ഈ മണിക്കല്ലിൻ്റെ അത്രയുള്ള കഷ്ടത്തിന് നമ്മൾ വലിയ കഷ്ടമായിട്ട് നമ്മളിങ്ങനെ നീക്കി കൊണ്ടുപോയി നോക്കി, ഈ ലോകം മുഴുവൻ നമുക്ക് കാണാൻ ക്യാമറയും കാണാം, കണ്ടല്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടിന് എന്ത് ചെയ്യണറിയോ? ഛേ, എന്തിനാ അതിന് ചുമക്കണോണ്ട് കാലിന് ചോട്ടിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ പോവാം. അപ്പോൾ കഷ്ടപ്പാട് നമുക്ക് വലുതായിട്ട് തോന്നില്ല, ജീവിതം ധന്യമാകും. മറിച്ച് കഷ്ടമാണെന്നുണ്ട് കഷ്ടപ്പാടിന് കെട്ടിപ്പിടിച്ച കഷ്ടം നമ്മളോട്ട് വിട്ട് പോവില്ല. നമ്മളോട്ട് കഷ്ടത്തിൻ്റെ നിന്ന് രക്ഷപ്പെടാനോട്ട് പറ്റൂല. എന്താണ് അഭിപ്രായം? അപ്പം ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇപ്പോൾ നല്ലൊരു മാജിക് കാണിക്കാൻ ഞാൻ സിമ്പിൾ ഒരു ഐറ്റംസ് ഞാൻ കാണിക്കാൻ പോവാണ്. ഈ മാജിക്ക് നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ. ഞാൻ ഈ ഷർട്ടിൻ്റെ കൈയൊക്കെ ഒന്ന് കയറ്റട്ടെ, ക്യാമറയിൽ കിടന്നോട്ടെ. ഷർട്ടൊക്കെ കൈ കയറ്റി കേട്ടോ. ഇപ്പുറത്തുള്ള ഷർട്ടിൻ്റെ കഫും കയറ്റി, അങ്ങനെ കയറ്റി. കച്ചറക്ക് പോകാനല്ല കേട്ടോ, അത് കോമഡിയാണ്. അപ്പോൾ കച്ചറക്ക് പോകാനൊന്നുമല്ല. ഇതാ വാച്ച് ഞാൻ അയച്ച് ഇങ്ങോട്ട് വെച്ച്. ഇത് കണ്ണാട ഒന്നും ഇടും കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ മദ്യപാനം, സിഗരറ്റ്, ആൻസ്, പാൻ ബ്രാക്കൊക്കെ തിന്നുന്നുണ്ട്. ആവശ്യങ്ങളൊക്കെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. എനിക്കാണ് ചെറിയ കുഴപ്പങ്ങൾ. കാരണം അവരെന്നെ വലിയ വലിയ ഇബിലീസാണ്, അവരുടെ ഒരു ഇബിലീസും പോയില്ല. നമ്മൾ ഇബിലീസ് ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് എല്ലാം എൻ്റെ അടുത്ത് വരും. ഇതാ ശ്രദ്ധിക്കുക, കണ്ടോ? ഇത് ഒരു തുണിയുടെ കഷ്ണമാണ്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരൊന്നും പറയുന്നില്ല, വലിയ വലിയ ആൾക്കാരതൊക്കെ കാണിച്ചാണ്. നമുക്കതൊക്കെ പറയുമ്പോൾ അവർക്ക് തോന്നും നമ്മളെ കൂടി അതിലെടുത്തിട്ടല്ലോ എന്ന്. അതൊന്നും വേണ്ട. അവരവരുടെ ജീവിതം അവരവരുടെ കയ്യിൽ, ജീവിതം അവനാൻ്റെ കയ്യിലാണ്. നന്നായിരുന്ന അവനാനക്ക് നല്ലത്. കണ്ടോ? ഒരു മാറ് നീളമുള്ള ഒരു തുണി കഷ്ണമാണ് കേട്ടോ. കണ്ടില്ലേ? ഒറ്റ മാറ് ഡബിൾ മുണ്ടിൻ്റെ കഷ്ണം. ഇതെന്തിനാ പറ്റാന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ചിലപ്പോൾ അറിയാത്തവരുണ്ട്, എന്നാലും പറയാം. ഇത് നമ്മുടെ കയ്യിൽ കത്തി തട്ടിയാൽ ഇങ്ങനെ കെട്ടാം, അല്ലേ? ശരിയാണോ? കെട്ടാം. അല്ലെങ്കിൽ പഴയ കാലത്ത് നമുക്ക് കറണ്ട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്കിനെ തിരിയിട്ട് ഉപയോഗിക്കുക. അതെങ്ങനെ? ഇതാണ് ഇങ്ങനെ തിരിയിട്ടിട്ട് ഇടാ, വിളക്കിനിങ്ങനെ ഇട്ടാ കത്തും, നല്ല വെളിച്ചം ഉണ്ടാവും. അല്ലാതെങ്കിൽ ഇത് വേറെ എന്തിനാ പറ്റാന്നൊന്നും എനിക്ക് തോന്നണില്ല. അപ്പം ഇതിനെ നമുക്ക് വേറെ ഒന്നിനും കൂടി പറ്റും കേട്ടോ. അത് ഞാൻ അതാ വേറെ ഒന്നിനും പറ്റും. മണ്ണെന്താ അറിയോ? പണ്ട് പഞ്ഞുണ്ടായിരുന്നില്ല, പഞ്ഞ് കാലങ്ങളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അത്ര. അന്നേരം ചത്തുപോയ മനുഷ്യൻ്റെ മൂക്കിൽ കൊണ്ടുപോയിട്ട് ഇതുണ്ടോ ഇങ്ങനെ കീറിയിട്ട് ഇത് ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ വച്ചു കൊടുക്കും. അതെന്തിനറിയോ? ചത്തുപോയവൻ്റെ ശ്വാസം പോയതാണ്, തിരിച്ച് ആ ശ്വാസം വരാതിരിക്കാൻ. കാരണം തിരിച്ച് മൂക്ക് കൂടെ കയറിയാൽ ഓരോട് വലിയ ശല്യമായിരിക്കും. അതുകൊണ്ട് ചത്തം പോയിക്കോട്ടെ കൊണ്ടാണ് വരല്ലേ കൊണ്ടാണ് ഈ മൂക്കിൽ പഞ്ഞു വെക്കണത്. ആ ശ്വാസം പോയത് ഇനിയിപ്പോൾ വഴി മറിഞ്ഞാൽ പിന്നെ വരില്ലല്ലോ. തമാശ പറയാണ്. പക്ഷെ അത് പണ്ട് പറഞ്ഞ മാതിരി കണ്ണുണ്ടെങ്കിലേ കാഴ്ച അറിയുള്ളൂ. പോയി നോക്കണം, അപ്പോൾ അതിൻ്റെ വിഷമം അറിയുള്ളൂ. മനസ്സിലായില്ലേ? ഇതാ ഇപ്പം ഞാൻ കാണിക്കണത് ഒരു ഇന്ത്യ രാജ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ ജന്മനാട് ഭാരതം. ഇത് പല മതങ്ങളുണ്ട് എന്ന് കണക്കാക്കുക. ഒരു ഉത്തരത്തിന് ഒരു കൈക്കോല്, ഉത്തരം പല കൈക്കോലും വെക്കുന്നുണ്ട്. അതുപോലെ ഒരു തുണി കഷ്ണം ഒരു ഹിന്ദു മതം ഇതാ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാ ഒരു മുസ്ലിം മതം മാറ്റിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി മതം മാറ്റിയിട്ടുണ്ട്, ഒരു ബുദ്ധമതം മാറ്റിയിട്ടുണ്ട്, ഒരു സിഖ് മതം മാറ്റിയിട്ടുണ്ട്. ഇപ്പം എത്രയായി? 5 കഷ്ണങ്ങൾ അല്ലേ? ഈ 5 കഷ്ണങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്ന 5 മതങ്ങളെ നമ്മൾ പിന്തിരിപ്പിച്ചു. ഈ 5 പേരും എന്ത് കാട്ടി? ഇന്ത്യനെ കഷ്ണമാക്കിയ സ്ഥിതിക്ക് ഇന്ത്യനെ 2 തുണ്ടാക്കുകയും ചെയ്തു. കണ്ടോ? ജാലവിദ്യക്കാരൻ ഒരുപാട് കൈയിട്ട് അടക്കരുത്. ഇതാ നല്ല നോക്കണം. കണ്ടോ? 1, 2. ഇതിൻ്റെ ഇടയിൽ പൊളിറ്റിക്കൽസ്, രാഷ്ട്രീയക്കാർ ഇങ്ങനെയല്ല, അങ്ങനെ കൊണ്ട് ഇടയിലൊരു കെട്ടിട്ട്
ഇട്ടിട്ടാൽ ഇത് ഏച്ചു കൂട്ടിയാൽ മോഹിച്ച് നിൽക്കും. അതുകൊണ്ട് ജാലവിദ്യക്കാരൻ കൈ അടക്കി പിടിച്ച സംശയം തോന്നുന്നു. അതാണ് 2 പേരിലുകൊണ്ട് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇതാ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇതിൽ വീണ്ടും ഒന്നാക്കാൻ പറ്റുമോ നോക്കാൻ. ഒരു ഹിന്ദു മതം, ഇത് ഒരു മുസ്ലിം മതം, ഒരു ക്രിസ്ത്യാനി മതം, ഒരു സിഖ് മതം, ഒരു ബുദ്ധമതം. ഈ മതങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് ഞാൻ അടച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അടച്ച ശേഷം ഈ മതത്തിന് ഞാൻ ഒന്ന് ചേർത്തിട്ട് വെക്കാം. ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം ഞാൻ കംപ്ലീറ്റ് ചുരുട്ടിയ ശേഷം ഇതിലും ഒന്നുമില്ല. ഈ പീസുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനിത് അവിടെ വെച്ചിട്ട് ഞാൻ ഈ ബോൾ പിടിക്കുക. ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഈ ചുരുട്ടിയത് അവിടെ വെക്കുകയാണ്. മതസൗഹാർദ്ദ ജാലവിദ്യയാണ് കേട്ടോ. ഈ മതങ്ങളൊക്കെ എന്തായി തീരുന്നു നോക്കി. എൻ്റെ ഗുരുദേവ, എല്ലാവരും ഒന്നാകണം, തമ്മിൽ തല്ല് പാടില്ല, കച്ചറ പാടില്ല, സ്നേഹത്തോടു കൂടി എല്ലാവരും ഈ ഭാരതത്തിനെ തല്ലുകൂടാതെ ഒന്നായി ഇരിക്കണം. ഇതുപോലെ ഒന്നായിരുന്നാലേ രാജ്യം നന്നാവുള്ളൂ. ഓക്കെ, നമസ്കാരം, അസ്സലാമു അലൈക്കും.